ഇസ്ലാമിൽ എല്ലാ കളികളും വിനോദങ്ങളും പൂർണ്ണമായി നിരോധിച്ചിട്ടില്ല. ഹലാലായ രീതിയിൽ ഒരിക്കലും പാപത്തിലേക്ക് പോകാത്ത, അശ്ലീലങ്ങളിലേക്കോ പരിഹാസത്തിലേക്കോ പോകുന്ന കാര്യങ്ങളല്ലാത്ത കളികൾ അനുവദനീയമാണ്. ഇസ്ലാം വിരോധിച്ച, വിലക്കിയ കാര്യങ്ങൾ അതിലേക്കൊന്നും പോകാതെ ഫർള് ആയ കടമകൾ ഒക്കെ നിർവഹിച്ചുകൊണ്ട് അതിൽ നിന്ന് യാതൊരു അശ്രദ്ധയും വരാത്ത വിധമുള്ള കളികൾ അത് അനുവദനീയമാണ്. എങ്ങനെ? ഫർള് നിസ്കാരത്തിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്കോ തടസ്സമുണ്ടാകുന്ന രീതിയിലുള്ള കളികളല്ല, അല്ലാത്ത നിലക്കുള്ള ഒരു ഇബാദത്തും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള കളികൾ അനുവദനീയമാണെന്ന് അർത്ഥം. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാൻ പറഞ്ഞാൽ നമ്മളെന്താ പറയുക, ശരീരത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്ന കളികൾ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പ്രോത്സാഹനം നൽകി. അല്ലെ? ഗുസ്തി, ഇന്നത്തെ ഗുസ്തിയല്ല, ഗുസ്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹനം നൽകിയില്ലേ? ഓട്ടത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹനം നൽകി. ഓട്ടം എന്നൊരു കളിയല്ലേ? ഇത്തരം കളികൾ ശരീരത്തിന് ശേഷി വർദ്ധിപ്പിക്കും, ധൈര്യം ഉണ്ടാക്കും, ആരോഗ്യം ഉണ്ടാക്കും, ഉന്മേഷം വർദ്ധിപ്പിക്കും, നിസ്കരിക്കാനും മറ്റ് ഇബാദത്തുകൾ ചെയ്യാനുള്ള ശേഷി ഉണ്ടാക്കും, കയ്യും കാലും വേദനകളിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ഈ കളികൾ കൊണ്ട് മാറ്റം കിട്ടും. അതിനൊക്കെ വേണ്ടിയാണ്. ഇനി കുടുംബത്തിൽ തന്നെ ഇത്തരം തമ്മിലുള്ള കളികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളിച്ചതായി കാണാൻ സാധിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കളി, ചിരി, തമാശ. ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മളെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഓടി മത്സരിച്ചത്. നമ്മുടെ ലോകത്തുള്ള ആരെ കൂടിയും ഓടാൻ തയ്യാറാണ്. പക്ഷേ പെണ്ണുങ്ങളെ കൂടെ ഓടാൻ പറഞ്ഞാൽ ഓടുമോ? അത് മടിയാണ് അല്ലേ? അത് ആരെങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടോ അറിയില്ല. അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങളെ കൂടെ ബാറ്റ് കളിക്കുക, അതുപോലുള്ള പന്ത് കളിക്കുക, ഇതൊന്നും ചെയ്യണത് ഈ ഇനത്തിൽ പെടുന്നതാണ്. സമയം കളയുക എന്നുള്ളതല്ല, അവർ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ ഇതൊക്കെ കാരണമാകും എന്നുള്ളതുകൊണ്ടാണ് ഈ കളി അനുവദിക്കാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഓടിയ സ്ഥലം ഇന്നും മദീന പള്ളിയുടെ ഓരത്തുണ്ടല്ലോ സ്ഥലം. പലപ്പോഴും ചരിത്രത്തിലൊക്കെ അത് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ കളികൾ അനുവദനീയമായതും അല്ലാത്തതും ഒക്കെ ഉണ്ട്. എന്നാൽ കുട്ടികളുടെ കളികളും ഒരുപാട് വിനോദങ്ങളും കുട്ടികൾക്കും ഉണ്ട്. അത് മനസ്സിന് ആസ്വാദനം നൽകുന്ന വിനോദങ്ങൾ കുട്ടികൾക്ക് പറ്റും. കൂട്ടുകാർക്കിടയിലുള്ള ഒരുപാട് കളികളുണ്ട്. കുട്ടികൾ തമ്മിൽ വേറെ വിദ്വേഷമോ അതുപോലെ തന്നെ വെറുപ്പൊന്നും ഇല്ലാതെ സമയം പാഴാക്കാത്ത അങ്ങനെയുള്ള ചെറിയ ചെറിയ വിനോദങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കണം, അനുവദിക്കണം, അവരോടൊപ്പം കളിക്കണം ആണ്. ഇപ്പൊ സ്പോർട്സൊക്കെ അനുവദിക്കപ്പെടുന്നതും അനുവദിക്കപ്പെടാത്തതും ഉണ്ട്. നേരം കൊല്ലണ സ്പോർട്സുകൾ ധാരാളം ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കി, പ്രവാചകന്മാരുടെയും സഹാബത്തിന്റെയും പൂർവസൂരികളായ ആളുകളുടെയും സഹാബത്തിന്റെയും താബിഈകളുടെയും സലഫുസ് സാലിഹീങ്ങളുടെയും ഒക്കെ ജീവിതം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളായ നമ്മുടെ കുട്ടികൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയങ്ങളിൽ ഇപ്പോഴും ടർഫിലാണ് അല്ലെ? തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയങ്ങളിൽ പോലും ടർഫിൽ ഒരു കളിക്കാണ്. അതെന്ത് തോന്നിയാസാണ്? അത് ഒരിക്കലും അത്തരം കാര്യങ്ങൾ ഇസ്ലാം അനുവദിക്കണില്ല. സമയം കൊല്ലാത്ത രീതിയിൽ, മറ്റ് നഷ്ടങ്ങളൊന്നും വരാത്ത രീതിയിൽ, സുബഹിക്ക് എണീക്കാൻ പ്രയാസമുണ്ടാകുന്ന രീതിയിലുള്ള കളികൾ തെറ്റാണ്. അതുപോലെ തന്നെ അശ്ലീലവും ഹറാമും കലരുന്ന കളികൾ തെറ്റാണ്. അപ്പോ ഈ നിശയുടെ നിശബ്ദതയിൽ നമ്മൾ പറയാറില്ലേ, ആരും കാണാതെ സ്വന്തമായി അള്ളാഹുവിനെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമ്മൾ വിശ്വാസികളായ മുസ്ലിങ്ങളായ നമ്മുടെ മക്കൾ, നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിസ്കരിക്കേണ്ട സമയം, ആ സമയത്ത് ഇന്നും പല ആൾക്കാർ ടർഫിൻ്റെ ഇതിലൊക്കെ ഇപ്പോൾ കുറേ വിരാന്ത് മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ മന്തി സ്റ്റാളുകൾ അവിടെ കൊണ്ട് കുറേ ഉണ്ടാകുമ്പോൾ മന്തിയും ടറഫും ഓരോ സ്റ്റോപ്പിലും അങ്ങനെയാണ്. കുഴിമന്തി ടറഫ്. ഇവിടെ നിന്നാണ് പോകുമ്പോൾ മലപ്പുറത്ത് വരെ എത്ര കുഴിമന്തി ഉണ്ട്, എത്ര ടറഫ് ഉണ്ട് നോക്കി ആലോചിച്ച് നോക്കി. അപ്പോൾ ടറഫിക്ക് പോകും, കളിച്ചും കുഴിമന്തി നിന്ന് പോരും. അങ്ങനെയാണ്. അതിനാണ് രണ്ടും കൊണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, അതിനൊക്കെ ഒരു സമയവും സന്ദർഭവും കളിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞൂടെ. സ്പോർട്സ് വേണം, ഓട്ടം വേണം, ചാട്ടം വേണം, പന്തളി വേണം, അനുവദിക്കപ്പെട്ട കളികളൊക്കെ വേണം. എന്നാൽ ഫർദ് നിസ്കാരങ്ങൾക്കോ താൻ സ്ഥിരമായി ചെയ്ത് വരുന്ന സുന്നത്ത് നിസ്കാരങ്ങൾക്കോ മറ്റു ഇബാദത്തുകൾക്കോ തടസ്സം വരുന്ന രീതിയിലുള്ള ഏത് കളിയും ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിസ്കാരം നഷ്ടമാകാത്ത, ശരീരത്തിനോ മറ്റ് ഒന്നും അപകടമില്ലാത്ത, ഇപ്പോൾ ഫുട്ബോളും അതുപോലുള്ള കളികളൊക്കെ ആണെങ്കിൽ ജിമ്മ്, അതും സമയം കളയാത്ത രീതിയിൽ അതൊക്കെ നല്ലത് തന്നെയാണ് ആവാം. അതൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. വെറുതെ ഉന്മേഷം കിട്ടാതെ ഇങ്ങനെ ചീഞ്ഞ് ചടഞ്ഞ് ഒരു മൂലക്ക് ഇങ്ങനെ കുത്തിന്ന് മൊബൈലും തോണ്ടി ഇരിക്കുന്നതല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ അത്യാവശ്യമൊക്കെ അനാവശ്യമായി ഉണ്ടാകാൻ പാടില്ലെന്നുള്ളൂ. അതുപോലെ തന്നെ ഹറാമായ സംഗീതം, ഗെയിം, ഇതൊന്നും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ഇവിടെ അടിസ്ഥാനപരമായി ഒരു നിയമം നമ്മളെ തലയിൽ കയറണം. ഒന്നും തടണം. ഹലാലായ കളികൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഇബാദത്തുകൾക്കോ മറ്റ് കടമകൾക്കോ, മാതാപിതാക്കളുമായുള്ള കടമകൾ അതുപോലെ മറ്റ് കടമകൾക്കൊന്നും തടസ്സമാകാത്ത, മനുഷ്യന്റെ മനസ്സിന് നശാത്താത്ത് നൽകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കളികൾ, പാപങ്ങളിലേക്കൊന്നും പോകാത്ത രീതിയിലുള്ള ഫർളുകൾ ഒക്കെ അതിനൊന്നും പോറലേൽക്കാത്ത രീതിയിലുള്ള കളികൾ ആവാം. അല്ലാത്ത കളികളൊക്കെ ഒഴിവാക്കേണ്ടതാണ് എന്നാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്.